ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ഫുൾ മൂൺ ആണ്, അതായത് ഇന്ന് ഗുരുപൂർണിമയാണ്. ഓക്കെ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ്. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മളുടെ ഗുരുക്കന്മാർക്ക്, നമ്മളുടെ മാതാപിതാക്കൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടൈമാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പാദങ്ങളിൽ ഞാൻ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ 2 പൈൽസ് കാണാൻ സാധിക്കും, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫുൾ മൂൺ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. താങ്ക് യു. ഓം ഗുരുഭ്യോ നമഃ. താങ്ക് യു. താങ്ക് യു. പൈൽ നമ്പർ 1. ഇവിടെ ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയിലാണ് ഇരിക്കുന്നത്. കുറച്ച് പേർക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നുണ്ടാകാം, ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അവിടെ കുറച്ചൊരു വ്യക്തത, ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക, കുറച്ചും കൂടെ പ്രത്യാശയുടെ എനർജിയിലിരിക്കാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് വരുന്നതാണ്, എല്ലാം നന്നായിട്ട് നടക്കുന്നതാണ്. ആ ഒരു എനർജി ചൂസ് ചെയ്യുക. എന്തെങ്കിലും ആങ്കർ ഇഷ്യൂസ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, കടും പിടുത്തം അല്ലെങ്കിൽ ബ്ലണ്ട് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. 9 ഓഫ് സോഡ്സിൻ്റെ എനർജി, 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി കണ്ടോ, ബാലൻസ് ആണ് കാണിക്കുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫാമിലി, അതുപോലെ തന്നെ വർക്ക് കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 9 ഓഫ് സോഡ്സിൽ വന്നിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആങ്സൈറ്റി, ഡിപ്രഷൻ്റെ എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, നമുക്ക് കൂടുതലായിട്ട് ഫുൾ മൂൺ മെസ്സേജസ് നോക്കാം. ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ സ്കോർപിയോ, റിലീസ് യുവർ ബ്ലോക്സ്. ഈ ഒരു സമയത്ത് വന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്സ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും സോളാർ പ്ലെക്സസ് എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഓക്കെ, അവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എനർജി അൺബാലൻസ്ഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു അലൈൻമെൻറ്റിലോട്ട് ഈ ഒരു സമയത്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ പേടി, ഫിയർ ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന എനർജി ആയിരിക്കാം. അതിൽ കുറച്ചും കൂടെ ഹീലിംഗ് കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടെ കോൺഫിഡൻസോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഡിവൈൻ എനർജി ആയിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു ഹീലിംഗ് കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് പോസിബിൾ ആകുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. താങ്ക് യു. പൈൽ നമ്പർ 1. ഫുൾ മൂൺ ഇൻ ജെമിനി, എംബ്രേസ് ദ ഫ്ലോ ഓഫ് ലൈഫ്. ഇവിടെ കുറച്ച് പേർക്ക് കമ്മ്യൂണിക്കേഷൻ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് റീകൺസിലിയേഷൻ്റെ എനർജിയാണ്. റിലേഷൻഷിപ്പിൽ, വ്യക്തിബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ പറഞ്ഞ് കോംപ്രമൈസിലെത്തുക, ഒരു സൊല്യൂഷൻ കണ്ടെത്തുക, ആ ഒരു എനർജി. അല്ലെങ്കിൽ ഇത് പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് ബ്രേക്കിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ട്, ലെറ്റ് ഗോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് പേർക്ക് ഹീലിംഗ്, വ്യക്തത ലഭിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യണ സമയത്ത് അത് നിങ്ങളുടെ ലൈഫിൽ കുറേ കൂടെ ആ ഒരു ഫ്ലോയിൽ വരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾ പാസ്റ്റിൽ ഒത്തിരി ഡിനയലിൻ്റെ എനർജി, ഒത്തിരി എന്താ പറയുക, എല്ലാത്തിനോടും നോ പറയുക, അല്ലെങ്കിൽ ഒന്നും എനിക്ക് പോസിറ്റീവായിട്ട് സംഭവിക്കുന്നില്ല, അവിടെയൊക്കെ നിങ്ങൾക്ക് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒഴുക്കിനൊത്ത് നീന്താനായിട്ട് നിങ്ങൾക്ക് എനർജി അവൈലബിൾ ആണ് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ വന്നിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫുൾ മൂൺ ഇൻ ലിയോ, ഗോ വൈൽഡ് വന്നിട്ടുണ്ട്.
ഗോ വൈൽഡ് വന്നിട്ട് കുറച്ച് പേര് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എനർജിയാണ്. പാസ്റ്റിൽ നിങ്ങൾക്ക് ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ധൈര്യപൂർവ്വം വരാനൊക്കെ ആയിട്ടൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഈ ഒരു സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എഗെയിൻ ആ ഒരു സോളാർ പ്ലെക്സസ് ചക്ര മണിപ്പൂര ചക്രയുടെ ഹീലിംഗ് എനർജിയാണ്. ഓക്കെ, ആ ഒരു വൂൺസ് കുറച്ചും കൂടെ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് സത്യമായിട്ട് അംഗീകരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും ഇവിടെ ഈ ഒരു എനർജി മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ എനർജീസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. താങ്ക് യു. ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ സ്കോർപിയോ. Seven of Wands in energy. What area of your life needs boundaries and protection? ഇവിടെ നിങ്ങൾ ഒരു ഓവർ പ്രൊട്ടക്റ്റീവ് എനർജിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ, അഗെയിൻ ആ ഒരു ഡിഫെൻസീവ് മോഡിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജിയിൽ ഹീലിംഗ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഒപ്പോസിഷൻസ് വരുന്നുണ്ട്, ആൾക്കാർ നിങ്ങളെ എതിർക്കുന്നുണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു ഗട്ട് ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നതാണ്. അത് നിങ്ങൾക്ക് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇവിടെ എന്താണ് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത് നോക്കാം. താങ്ക് യു. കുറച്ച് പേർക്ക് ഇത് ഫൊർഗീവ്നെസ്സിൻ്റെ എനർജിയും ആകാം. ക്ഷമിക്കാനായിട്ടുള്ള ഒരു എനർജി കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാകാം. നമുക്ക് നോക്കാം. ഫോർ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. വാട്ട് സിറ്റുവേഷൻ ഇൻ യുവർ ലൈഫ് ആർ യു സ്റ്റിൽ ഹോൾഡിംഗ് ഓൺ ടു? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. മനസ്സിൽ അടക്കി വെച്ചേക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് റിലീസ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ്. ബാക്കിൽ ജസ്റ്റിസും കാണുന്നുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഫുൾ മൂണിന് ശേഷം നെക്സ്റ്റ് ന്യൂ മൂൺ വരെയുള്ള ടൈം പീരീഡിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ഓക്കെ, താങ്ക് യു. ഇവിടെ വന്നിട്ട് ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ടോറസ്. ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഓവറായിട്ടുള്ള ജഡ്ജ്മെൻ്റൽ എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെക്കുറിച്ചിട്ട് തന്നെയായിരിക്കാം. നിങ്ങളുടെ സെൽഫ് വർത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, മൂല്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാതെ ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി ഇവിടെ സറണ്ടർ ചെയ്യാനായിട്ടാണ് പറയുന്നത് നെക്സ്റ്റ് ന്യൂ മൂണിന് മുന്നേ ആയിട്ട്. അതിന് പകരമായിട്ട് കുറച്ചും കൂടെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്, നിങ്ങൾക്ക് എന്തൊക്കെ നേടാനായിട്ട് സാധിച്ചു, ഇതുവരെയുള്ള ഹീലിംഗ് ജേർണി, ഇതുവരെ നിങ്ങൾക്ക് എന്തൊക്കെ ഹീൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്, അതിൽ കുറച്ചും കൂടെ പ്രൗഡ് ഫീൽ ചെയ്യാനായിട്ട്, അഭിമാനിക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫീലിങ്സ് കുറച്ചും കൂടെ അക്നോളജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ ഇമോഷൻസായിട്ട് ആ ഒരു വൈകാരികമായിട്ടുള്ള എനർജി ആയിട്ട് കുറച്ചൊന്ന് കണക്ട് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എനർജീസ് ബാക്കിയുണ്ടെങ്കിൽ റിലീസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, വേറെ എന്ത് കാര്യമാണ് നോക്കാം. താങ്ക് യു. എന്ത് എനർജീസാണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത്? താങ്ക് യു. ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ പൈസീസ്. ടോക്ക് ലെസ് ഫീൽ മോർ. അഗെയിൻ ആ ഒരു ഫീലിങ്സിൻ്റെ എനർജിയാണ്, ഇമോഷൻസിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് പേരോട് ആ പാസ്റ്റിലെ എനർജീസ് ലെറ്റ് ഗോ ചെയ്യാനായിട്ടാണ് പറയുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട്, പാസ്റ്റിലെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, അതിൽ കുറച്ചും കൂടെ പോസിറ്റിവിറ്റി, നല്ല കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ലൈഫിൽ എന്താണോ വേണ്ടത് അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാനായിട്ട്, അതിനെക്കുറിച്ചിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേണ്ടാത്ത കാര്യങ്ങൾ, മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ അധികം സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു എനർജി ആയിട്ട് നിങ്ങൾ കൂടുതൽ സമയം ഇരിക്കാതിരിക്കുക. ആ ഫീലിങ്സ് വരണ സമയത്ത്, ഇമോഷൻസ് വരണ സമയത്ത് സപ്രസ് ചെയ്യാതെ അത് ഒരു നാച്ചുറൽ ഫ്ലോയിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നിനെയും അടിച്ചമർത്താതിരിക്കുക. ഇമോഷൻസ് വരട്ടെ, നിങ്ങളത് വിറ്റ്നസ് ചെയ്യുക, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് കുറച്ചൊന്ന് കഴിയണ സമയത്ത്, അത് നിങ്ങൾ അക്നോളജ് ചെയ്ത് മനസ്സിലാക്കുന്ന സമയത്ത്
നിങ്ങളിൽ നിന്ന് അത് ലെറ്റ് ഗോ ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ടഫായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കുറച്ച് സമയമെടുക്കും. ചിലപ്പോൾ ഒരു സൈക്കിളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കാം. കാരണം ഹീലിംഗ് വന്നിട്ട് ലെയർ ആയിട്ടാണ്. ഓക്കെ, ഓരോ സമയത്തും ചെറിയ ചെറിയ ഭാഗങ്ങൾ നമുക്ക് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കുറച്ചൊരു പേഷ്യൻസും ആവശ്യമാണ്. പ്രത്യേകിച്ചും ഇത് കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. ഒത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ഈ പൈൽ സെലക്ട് ചെയ്തവരിൽ. കുറച്ച് പേര് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിൽ കൂടെ പോകുന്നവരുമാകാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമുക്കൊന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാം ഈ ഒരു എനർജീസ് എന്താണെന്ന്. താങ്ക് യു. ടു ഓഫ് കപ്സിൻ്റെ എനർജി, റിലേഷൻഷിപ്പ്, ലവ്. കുറച്ച് പേർക്ക് കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാകാം. അതായത് നിങ്ങളോട് സത്യസന്ധമല്ലാതെ പെരുമാറുക, ആ ഒരു ഇഷ്യൂവിൽ കൂടെ പാസ്റ്റിൽ പോയിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ആ ഒരു വൂണ്ടഡ് ആയിട്ടുള്ള എനർജി, നിങ്ങൾക്ക് ഓർക്കുമ്പോൾ വിഷമം നൽകുന്ന ആ ഒരു എനർജി നിങ്ങൾ സറണ്ടർ ചെയ്യുക. ഓക്കെ, അതിനെ ഓവറായിട്ട് നിങ്ങൾ ജഡ്ജ്മെൻ്റൽ എനർജിയിലോട്ട് കൊണ്ടുപോകാതിരിക്കുക, ഒരു വിധി എഴുതാതിരിക്കുക. അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആങ്സൈറ്റി, ആ ഒരു ഡിപ്രഷൻ്റെ എനർജി, പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, ആ ഒരു എനർജി കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. വാട്ട് ഡു യു നീഡ് ടു റിമൂവ് യുവർ സെൽഫ് ഫ്രം ഫോർ പീസ് ഓഫ് മൈൻഡ്? നിങ്ങളുടെ സമാധാനം അല്ലെങ്കിൽ സന്തോഷം കെടുത്തുന്ന കാര്യങ്ങൾ അതെല്ലാം ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. കാരണം അതിൻ്റെ പർപ്പസ് ഇവിടെ കംപ്ലീറ്റായി. അതെന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ലൈഫിൽ വന്നത്, അതിൻ്റെ ആ ഒരു ജേർണി കംപ്ലീറ്റായി. നിങ്ങൾ ഓൾറെഡി ലെസൺസ് ലേൺ ചെയ്തു. ഓക്കെ, ആ ഒരു വിസ്ഡം ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് പറയുന്നത്. കാരണം ആ ഒരു ജേർണി നിങ്ങളെ കൂടുതൽ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് നേടാനായിട്ട്, ഉള്ളിൽ ഒത്തിരി ശക്തി നേടാനായിട്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഫൈനലായിട്ട് നിങ്ങളുടെ ഈ ഒരു ഫുൾ മൂൺ ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. എന്തെല്ലാം മാനിഫെസ്റ്റേഷൻസ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നത്? ഫയൽ നമ്പർ 1. താങ്ക് യു. താങ്ക് യു. വാവ്, ഇവിടെ ഡെത്തിൻ്റെ എനർജിയാണ്. ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ബ്യൂട്ടിഫുൾ. കുറച്ച് പേർക്ക് ആ ഒരു ജഡ്ജ്മെൻ്റൽ എനർജി, എല്ലാത്തിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്ന എനർജി, അത് കുറേയൊക്കെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനായിട്ട് ഇവിടെ പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അത് മെയിനായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് വൂണ്ടായിട്ടാണ്, കുട്ടിക്കാലമായിട്ടാണ്. അതിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, വാവ്, എഗെയിൻ മജിഷ്യൻ്റെ എനർജിയാണ്. ഒത്തിരി പോസിറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് കാണുന്നുണ്ട്. വേറെ എന്ത് പറയാനാണ്? മജിഷ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു മാജിക്കലായിട്ടുള്ള എനർജിയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ ബാക്കിൽ ഓ മൈ ഗോഡ്, എല്ലാം നിങ്ങൾക്ക് മേജർ ആർക്കാനെയാണ് വന്നിരിക്കുന്നത്. മേജറായിട്ടുള്ള ട്രാൻസിഷൻ, മേജറായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ഇവിടെയും ലിയോയുടെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിങ്ങരാശി, അതുപോലെ തന്നെ ടോറസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇവിടെ പഴയ പല ചാപ്റ്റേഴ്സും ഇവിടെ ക്ലോസ് ആകുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ വീക്ക്നെസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഫിയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് ഇത് സെൽഫ് വർത്തിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം. ആ ചാപ്റ്റേഴ്സ് എല്ലാം ക്ലോസ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ്, പേജ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി. ഓക്കെ, ഒരു ഫ്രഷ് സ്റ്റാർട്ട്. കുറച്ച് പേർക്ക് ഇത് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലായിരിക്കാം. ഈ ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ട് ചിലപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കാം. കുറച്ചൊരു ടൈം എടുത്ത് കഴിയുമ്പോൾ, മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ബിഗ് പിക്ചർ മനസ്സിലാകുന്നതാണ്.
ഓക്കെ, ബ്യൂട്ടിഫുൾ എനർജി. ഒത്തിരി ബ്ലെസ്ഡ് ആയിട്ടുള്ള പൈലാണിത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഫുൾ മൂൺ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫുൾ മൂൺ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. താങ്ക് യു. ഓം ഗുരുഭ്യോ നമഃ. താങ്ക് യു. പൈൽ നമ്പർ 2. ടെൻ ഓഫ് വോൺസിൻ്റെ എനർജിയാണ് കാണുന്നത്. ഒത്തിരി ഹാർഡ് വർക്കിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫ്രൂട്ട്സ്, അതിൻ്റെ റിസൾട്ട്സ് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് അല്ലെങ്കിൽ നേരിട്ട് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, ബാക്കിൽ വന്നിട്ട് 5 ഓഫ് സോഡ്സിൻ്റെ എനർജി, ക്യൂൻ ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളോട് ഈ ഒരു 5 ഓഫ് സോഡ്സിൻ്റെ എനർജി, എന്തെങ്കിലുമൊക്കെ നഷ്ടത്തിൻ്റെ എനർജി, ഒത്തിരി സാഡ്നെസ്സിലിരിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് കോൺഫിഡൻസിൻ്റെ കുറവായിരിക്കാം. അത് ലെറ്റ് ഗോ ചെയ്തിട്ട് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയരാനായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം, അതിൽ ഇന്നത്തെ ദിവസം ഫോക്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, വേറെ എന്തൊക്കെ എനർജീസാണുള്ളത് നോക്കാം. കുറച്ച് പേർക്ക് ഈ ഒരു 10 ഓഫ് വോൺസ് വന്നിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ്റെ എൻഡിങ് പീരീഡും ആകാം. ഓക്കെ, നിങ്ങളുടെ നെക്സ്റ്റ് മെസ്സേജ് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 2. ന്യൂ മൂൺ ഇൻ കാപ്രിക്കോൺ, സ്റ്റെപ്പ് അപ്പ് ആൻഡ് ലീഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ ഡീപ്പായിട്ട്, കുറച്ചും കൂടെ ആഴത്തിൽ നിങ്ങളുടെ കേപ്പബിലിറ്റീസ്, നിങ്ങളുടെ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ്, വൈകാരികമായിട്ടുള്ള എനർജി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി കോൺഫിഡൻസ് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വീക്ക്നെസ്, നമ്മളുടെ പോസിറ്റീവ് സൈഡ്, നമ്മളെന്ന വ്യക്തി എന്താണ് അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് എന്താണ്, അത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്കൊരു ഊർജ്ജം ലഭിക്കുന്നതാണ്. കുറച്ചും കൂടെ കോൺഫിഡൻസ് താനേ നമ്മളുടെ ഉള്ളിൽ വരുന്നതാണ്. അത് ഇവിടെ നിങ്ങളുടെ ലൈഫിലോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ന്യൂ മൂണിൻ്റെ എനർജിയാണ്. പുതിയ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്ത് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു പ്രോസസ്സ് വന്നിട്ട് കുറച്ചൊരു ഡീപ്പായിരിക്കും, കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സായിരിക്കാം. കുറച്ച് പേർക്ക് ഇത് നിങ്ങളെ ഡീപ്പായിട്ടുള്ള വൂൺസ് ഹീൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പാറ്റേൺസ് ഹീൽ ചെയ്യാനായിട്ട് ഈ ഒരു ജേർണി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ എന്ത് എനർജീസാണ് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്. താങ്ക് യു. പൈൽ നമ്പർ 2. ഫുൾ മൂൺ ഇൻ പൈസീസ്, ഫോർഗീവ്. കുറച്ച് പേർക്ക് ഇവിടെ ഫോർഗീവ്നെസ്സിൻ്റെ എനർജി മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ സോൾമേറ്റ് റിലേഷൻഷിപ്പിൽ ഒരു ഹീലിംഗ് എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ, പാസ്റ്റിലെ വൂൺസിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രിഗേഴ്സ് വരുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്, ആങ്കർ ഇഷ്യൂസിൽ കൂടെ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ഇമോഷൻസ് എല്ലാം കുറച്ചും കൂടെ കാം ആകുന്നതാണ്. ഓക്കെ, അതിന് മെയിനായിട്ട് നിങ്ങളെ ഫോർഗീവ് ചെയ്യുന്ന ആ ഒരു എനർജിയിലോട്ട് നിങ്ങൾക്ക് ടാപ്പിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളെ ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചും കൂടെ ബാലൻസിലോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജീസ് ചേഞ്ച് ആവുന്നതാണ്. അവിടെയും നിങ്ങൾക്ക് കുറച്ചും കൂടെ കമ്പാഷൻ, സ്നേഹം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ പിടിവാശി, എന്തെങ്കിലും കടുംപിടുത്തം പിടിച്ചിരിക്കുന്ന ഒരു എനർജി ഉണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു അയവ് വരുന്നതായിട്ട്, പരസ്പരം മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ കോംപ്രമൈസിൻ്റെ എനർജി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, റീകൺസിലിയേഷൻ്റെ എനർജി നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു യൂണിയൻ, കുറച്ചൊരു റീകൺസിലിയേഷൻ്റെ എനർജി കുറച്ച് പേർക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്.
കുറച്ച് പേർക്കിത് സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുമാണ്. ഓക്കെ, അവിടെ ഒത്തിരി ഹീലിംഗ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം ഈ ഒരു എനർജീസ് എന്തൊക്കെയാണെന്ന്. താങ്ക് യു. 3 of Pentacles in the energy. Who in your life is asking you to be open to cooperation? ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, പുതിയ എനർജീസ് കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറച്ച് പേർക്കിത് ഫ്രണ്ട്സിൻ്റെ രൂപത്തിലായിരിക്കാം, ന്യൂ കൊളീഗിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ പരസ്പരം ആ ഒരു ബഹുമാനം, ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജി മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് പേർക്കിത് ഒരു ലീഡർഷിപ്പ് റോളിലോട്ട് ഉയരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും ആകാം. ഓക്കെ, കുറച്ച് പേർക്ക് ന്യൂ ബിസിനസ് കോൺട്രാക്ട്സ് ഇവിടെ സൈൻ ചെയ്യുന്നുണ്ടാകാം, ന്യൂ പ്രോജക്ട്സിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാകാം, ഒത്തിരി കൊളാബറേഷൻ്റെ എനർജി. നിങ്ങൾക്ക് ഫണ്ട് ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് തുടങ്ങാനായിട്ട്, അതെല്ലാം കറക്റ്റായിട്ട് ലഭിക്കാനായിട്ടുള്ള ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്, സഹായത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു എനർജി മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പിൽ, വ്യക്തിബന്ധങ്ങളിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, ദ വേൾഡ്. വാട്ട് ഈസ് ക്ലോസിങ് ഔട്ട് ഫോർ യു നൗ? വാട്ട് ന്യൂ സൈക്കിൾ ആർ യു റെഡി ടു സ്റ്റാർട്ട്? ഇവിടെ സോൾമേറ്റ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ലവ്, റൊമാൻസ്, അല്ലെങ്കിൽ ഓവറോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിലെ പല കാര്യങ്ങളും എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ്, ഫ്രഷ് സ്റ്റാർട്ട്, പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ലൈഫിൽ സെർവ് ചെയ്യാത്ത പല കാര്യങ്ങളും ഇവിടെ എൻഡ് ആകുന്നതാണ്. പുതിയൊരു ജേർണി, പുതിയൊരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, നിങ്ങൾ ഈ ഒരു ഫുൾ മൂണിന് ശേഷം ന്യൂ മൂൺ വരെയുള്ള ടൈം പീരീഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു. ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ സാജിറ്റേറിയസ്. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനോട് കുറച്ചും കൂടെ നന്ദിയോടുകൂടി സ്മരിക്കുന്ന എനർജിയാണ്, താങ്ക്ഫുള്ളായിട്ടിരിക്കുന്ന എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജി നിങ്ങൾ ഷോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പ്രത്യേകിച്ചും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള ഇമോഷനിൽ കൂടെ നിങ്ങൾ പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങളെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി മാറ്റാനായിട്ട്, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങളെ ആ ഒരു ഇവൻറ്റ്സ്, ആ കാര്യങ്ങൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാസ്റ്റിനെ കുറച്ചും കൂടെ എംബ്രേസ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ഗ്രേറ്റ്ഫുൾ വേയിൽ, പോസിറ്റീവ് വേയിൽ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഇത്, നിങ്ങൾ ഒത്തിരി പേർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, നല്ല മനസ്സുകൊണ്ടിട്ട് ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് തിരിച്ച് അതുപോലെ ലഭിച്ചിട്ടുണ്ടാകില്ല. ഓക്കെ, ആ ഒരു വിഷമം, ആ ഒരു ഫീലിങ്സ് കുറച്ച് പേരുടെ ഉള്ളിലുണ്ടാകുന്നുണ്ടാകാം. അത് ഈശ്വരനിൽ സമർപ്പിക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. നിങ്ങളുടെ കർമ്മ എന്താണോ നിങ്ങൾ ചെയ്യുക, അതിൻ്റെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഓവറായിട്ട് വറി ചെയ്യാതിരിക്കുക. പലപ്പോഴും നമ്മളെ സഹായിക്കുന്നത് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജി നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ക്യാൻസർ. ടേക്ക് എ ബ്രീത്തർ. ഇവിടെ വന്നിട്ട് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും ക്യാൻസർ വന്നിട്ട് ഇമോഷണൽ എനർജിയാണ്. ഫാമിലി അല്ലെങ്കിൽ ലൗഡ് വൺസ് ആയിട്ട്, നിങ്ങൾക്ക് ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാരായിട്ട് കണക്ട് ചെയ്തേക്കുന്ന എനർജിയാണ്. അവരിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ റിലാക്സ് ചെയ്യാനായിട്ട്, ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഓവറായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിൽ ശ്രദ്ധിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ മിസ്റ്റേക്സ് കണ്ടുപിടിച്ച് പിന്നെയും ആ ഒരു സെയിം സിറ്റുവേഷൻ നിങ്ങൾ റിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, അത് കുറച്ചൊന്ന് ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറയുന്നുണ്ട്. കാരണം ഡെയിലി നിങ്ങൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡെയിലി നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേർക്ക് വന്നിട്ട്
നമ്മളുടെ ദുഃഖങ്ങൾ, നമ്മളുടെ വിഷമങ്ങൾ കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുക, അതില്ലാതെ ജീവിക്കാൻ പറ്റാതെ ഒരു അഡിക്ഷനായിട്ട് മാറുന്നുണ്ടാകാം. അങ്ങനെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകുക. ആ ഒരു എനർജി ലെറ്റ് ഗോ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. താങ്ക് യു. ഓക്കെ, ഇവിടെ 8 of Cups ആൻഡ് 3 of Swordsൻ്റെ എനർജി. What painful aspect of your life do you need to confront? What situation in your life do you need to walk away from and emotionally disconnect? ഇവിടെ ഞാൻ പറഞ്ഞതാണ്, നിങ്ങളെ ഡീപ്പായിട്ട് വൂണ്ട് ചെയ്ത കാര്യങ്ങൾ. ഓക്കെ, ഇമോഷണലി നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യങ്ങൾ ഇവിടെ ലെറ്റ് ഗോ ചെയ്ത് സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടാണ് പറയുന്നത്. കുറച്ച് പേർക്ക് അത് അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടാകാം, കൺഫ്രണ്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടാകാം. അതായത് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഈ ഒരു ഇമോഷനിൽ കൂടെ ഞാൻ കടന്നുപോയി. അത് കുറച്ച് പേർക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കേണ്ട ഒരു സിറ്റുവേഷനും വരുന്നുണ്ടാകാം. അങ്ങനെ നിങ്ങൾ അംഗീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഈ എനർജി എന്താണ്. ഓക്കെ, ഒത്തിരി കാർഡ്സ് തിരിഞ്ഞു വരുന്നുണ്ട്. 2 of Swordsൻ്റെ എനർജി. കുറച്ച് പേര് ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ഇമോഷൻസ് ആയിട്ട്. ചില ദുഃഖം നിറഞ്ഞ സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട്, അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആ ഒരു വാതിൽ അടയ്ക്കുന്നതാണ്, ക്ലോസ്ഡ് ഓഫ് ആയിട്ടിരിക്കുന്നതാണ്. പക്ഷെ അത് ഒരു ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട്, നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടെ ഇവിടെ ലെറ്റ് ഗോ ചെയ്തിട്ട് കുറച്ചും കൂടെ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. കണ്ടോ, പാസ്റ്റിൻ്റെ എനർജിയാണ്. വാട്ട് മെമ്മറീസ് ഫ്രം ദ പാസ്റ്റ് ആർ ട്രൈങ് ടു ഗെറ്റ് യുവർ അറ്റൻഷൻ. പാസ്റ്റിലെ എനർജീസാണ്. പാസ്റ്റിലെ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ടാണ് പറയുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളോട് ഒരു സോറി പോലും പറയാതെ, അല്ലെങ്കിൽ എന്താണ് റീസൺ എന്ന് നിങ്ങളോട് പറയാതെ കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ലൈഫിൽ പല വ്യക്തികളും, അല്ലെങ്കിൽ പല എനർജീസും ആയിരിക്കാം. അത് നിങ്ങൾ കുറച്ചും കൂടെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഫൈനലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ് വരുന്നത് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 2യുടെ ബ്ലെസ്സിങ്സ് എന്താണ് ഫുൾ മൂൺ ടൈമിൽ വന്നിട്ട്? താങ്ക് യു. ബ്ലെസ്സിങ്സ്. എഗെയിൻ 3 of Swordsൻ്റെ എനർജിയാണ്. ഹീലിംഗ് ആണ് കാണിക്കുന്നത്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഫൊർഗീവ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി. ഓക്കെ, 10 of Cupsൻ്റെ എനർജി ഫാമിലി, കുട്ടികൾ. ഓക്കെ, അപ്പോൾ ഹോം ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ബ്ലെസ്സിങ്സ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്സ് ആയിരിക്കും. ഓക്കെ, കുറച്ച് പേർക്ക് കുട്ടികളുടെ ലൈഫിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നടക്കുന്നുണ്ടാകാം. മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർ പുതിയ വീട് പണിയുക, അവരുടെ ഫാമിലിയിൽ കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടിരിക്കുക, ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് പാസ്റ്റിലെ ഫാമിലി ഇഷ്യൂസിൻ്റെ ഹീലിങ്ങും ആകാം. ഇവിടെ 6 of Pentaclesൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾ ചെയ്ത കർമ്മം ഇവിടെ റിട്ടേൺ ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഫ്രൂട്ട്സ് ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിഷമിക്കാതിരിക്കുക. ഓക്കെ,
ബാക്കിൽ ഡെവിലിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും എനർജിയിൽ ഹീലിംഗ്, ഒരു പീസ് ഓഫ് മൈൻഡ് ലഭിക്കുന്നുണ്ടാകാം. എന്തെങ്കിലും ടഫായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളിവിടെ എൻഡ് ചെയ്തിട്ട് ഒരു അലൈൻമെൻറ്റിൽ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് മൂവ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ന്യൂ പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. ഒത്തിരി സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം. പുതിയ ഫ്രണ്ട്സിൻ്റെ രൂപത്തിൽ, കോവർക്കറിൻ്റെ രൂപത്തിൽ, ഓക്കെ, അല്ലെങ്കിൽ ക്ലയൻസിൻ്റെ രൂപത്തിൽ ഒത്തിരി സപ്പോർട്ട് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള ഒരു എനർജിയിലോട്ട് ഉയരാനായിട്ടും ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.